യെസ് മച്ചാമാരെ, നമ്മൾ വന്നിട്ടുള്ളേ ഇന്നലെ നമ്മൾ വിൻഡോസ് 11 ഇൻസ്റ്റാളേഷൻ കാര്യങ്ങൾ ചെയ്തു. ഡ്രൈവേഴ്സ് അപ്ഡേഷൻ എല്ലാം സെറ്റാക്കി. അത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു. നിങ്ങളെല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇന്നിപ്പോൾ നമ്മളൊരു സിസ്റ്റം വാങ്ങിക്കഴിഞ്ഞാൽ നോർമലി അതിൽ ആ സിസ്റ്റത്തിൽ എന്തൊക്കെ ചെറിയ ചെറിയ സോഫ്റ്റ്വെയർസ് കാര്യങ്ങൾ നോർമൽ നമ്മുടെ യൂസിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ സോഫ്റ്റ്വെയർസ് കാര്യങ്ങൾ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കുന്നത്. ഓക്കെ, അതാണ് ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് ബേസിക് സോഫ്റ്റ്വെയർസ് എന്തൊക്കെ വേണമെന്നുള്ളത് നമ്മളിപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ അത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇതാണ് ഇപ്പോൾ സോഫ്റ്റ്വെയറിൻ്റെ പെൻഡ്രൈവ് ഞാൻ എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതൊക്കെ ഇൻസ്റ്റാളേഷനിലാണെന്നുള്ള ഫയൽസ് ആയിട്ടൊന്നും നമുക്ക് വേണ്ട. നമ്മളിതാ ഇപ്പോൾ പെൻഡ്രൈവ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പെൻഡ്രൈവിൽ നമ്മൾ സോഫ്റ്റ്വെയർസ് കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ തന്നെ. ഇതിപ്പോൾ എൻ്റെ സോഫ്റ്റ്വെയർ ഫയൽസും കാര്യങ്ങളുള്ള പെൻഡ്രൈവാണ്. ഫസ്റ്റ് സോഫ്റ്റ്വെയർ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ മുന്നേ ഇതിൻ്റെ ക്രാക്ക്ഡ് വേർഷൻസ് എല്ലാം ചെയ്യും. അപ്പോൾ അതിന് മുന്നേ ഇതിൽ ഡിഫൻഡർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ജസ്റ്റ് സെക്യൂരിറ്റിയാണ് വിൻഡോസിൻ്റെ. അത് ജസ്റ്റ് ഒന്ന് ഡിസേബിൾ ചെയ്തിട്ട് ചെയ്യാം. ചില എല്ലാ ഫയൽസും EXE ഫയൽ പോലെയുള്ള എടുക്കുക. അപ്പോൾ അത് വൈറസ് എന്നുള്ള ലെവലിൽ ഡിറ്റക്ട് ചെയ്യും. അപ്പോൾ റിമൂവ് ചെയ്തുള്ള ചാൻസ് കൂടുതലാണ് സോഫ്റ്റ്വെയർസിൻ്റെ ഫയൽസ്. ജസ്റ്റ് ഇതെല്ലാം ജസ്റ്റ് ഒന്ന് ഡിസേബിൾ ചെയ്യുക. അതിനുശേഷം സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ. നമ്മൾ സെക്യൂരിറ്റി കാര്യങ്ങൾ ഡിസേബിൾ ചെയ്തു വിൻഡോസിൻ്റെ. പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോഫ്റ്റ്വെയർസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. ഫസ്റ്റ് WinRAR സോഫ്റ്റ്വെയറാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ WinRAR ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള സോഫ്റ്റ്വെയർസ് കാര്യങ്ങളൊക്കെ സിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള കാരണം എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലെയറാണ് VLC പ്ലെയർ. നമുക്ക് നോർമലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലെയർ. ഇപ്പോൾ നോർമൽ സോഫ്റ്റ്വെയർസ് നമ്മൾ ചെയ്യുന്നത് ഒരു പ്ലെയർ ചെയ്യും, ഒരു ബ്രൗസർ ചെയ്യും, അതുപോലെ ഒരു ഓഫീസ് ചെയ്യും, പിന്നെ ഒരു Adobe PDF-ൻ്റെ റീഡറും ചെയ്യും. വേറെ സോഫ്റ്റ്വെയർസൊന്നും നമ്മൾ നോർമൽ ഇൻസ്റ്റാളേഷനിൽ ചെയ്യാറില്ല. ബാക്കിയൊക്കെ കസ്റ്റമറിൻ്റെ, അതായത് നമുക്കിപ്പോൾ എന്തെങ്കിലും റിക്വയർമെൻറ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ള സോഫ്റ്റ്വെയർസ് നമ്മൾ ചെയ്യുള്ളൂ. ഫോട്ടോഷോപ്പ് ആയാലും CAD കാര്യങ്ങളായാലും ബാക്കിയുള്ള സോഫ്റ്റ്വെയർസ് ഇപ്പോൾ ആവശ്യക്കാർക്ക് അനുസരിച്ച് നമ്മൾ ചെയ്യാറുള്ളൂ. നമ്മൾ നോർമൽ സോഫ്റ്റ്വെയർസ് മാത്രമാണ് ചെയ്യുന്നത്. ഇപ്പോൾ ജസ്റ്റ് ബേസിക് യൂസിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർസ് മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ VLC ഇൻസ്റ്റാളേഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ നടന്നോട്ടെ. നമുക്ക് അടുത്ത സോഫ്റ്റ്വെയർ ജസ്റ്റ് ഇപ്പോൾ ഞാൻ ഓഫീസിൻ്റെ 13 എന്നുള്ള വേർഷനാണ് ചെയ്യുന്നത്. മോളിക്കുള്ള ചെയ്യുന്നില്ല, ജസ്റ്റ് ബേസിക് വേർഷനാണ് ചെയ്യുന്നത്. സെറ്റപ്പ് ഓപ്പൺ ആക്കി കൊടുത്തു. ഇപ്പോൾ VLC ഇൻസ്റ്റാളേഷൻ ബാക്കിൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. VLC പ്ലെയർ കൂടെ ഇൻസ്റ്റാൾ ആയി വന്നിട്ടുണ്ട്. ഓഫീസിൻ്റെ ഫയൽ ഇപ്പോൾ എക്സ്ട്രാക്ട് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കഴിയാറായി. പ്രോസസ്സിങ് കഴിഞ്ഞ് സെറ്റപ്പ് സ്റ്റാർട്ടായിട്ടുണ്ട്. യെസ് കൊടുത്തു. ഓഫീസിൻ്റെ വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ലൈസൻസ് ഒന്ന് അഗ്രി ചെയ്യാണ്. കണ്ടിന്യൂ. ഇൻസ്റ്റാൾ ആവും. ഇതിപ്പോൾ ജസ്റ്റ് ക്രാക്ക്ഡ് ആയിരിക്കില്ല. ജസ്റ്റ് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ 30 days ട്രയൽ വേർഷനാണ് വരിക. അതിനുശേഷം നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കണം. അത് ലാസ്റ്റ് കാണിച്ചാൽ എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാന്നുള്ളത്. അടുത്തതാ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത് ഓപ്പൺ ആക്കി അത് ഞാൻ ഫിനിഷ് ചെയ്തു. ഓപ്പൺ ആയി വന്നപ്പോൾ സെക്സും കാര്യങ്ങളും ഇതൊന്നും വേണ്ട, അപ്ഡേഷൻ ഒന്നും വേണ്ട. ജസ്റ്റ് അത് കണ്ടിന്യൂ ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. കഴിഞ്ഞു. VLC ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞത് ക്ലോസ് ചെയ്തു. ശേഷം ഇപ്പോൾ നെറ്റ് കണക്റ്റഡ് ആണ്. ഞാൻ
ബ്രൗസർ ചെയ്യാന്നുണ്ടല്ലേ. ബട്ട് ഓഫീസ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട്. 1 by 1 ആയിട്ട് ഇതിന് ചെയ്യാം. പറ്റ ടൈമിൽ ഇതെല്ലാം ചെയ്യുന്നു എന്നുള്ളൂ. ഈ സമയം കൊണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഓഫീസ് ഇൻസ്റ്റാളേഷൻ നടക്കുന്നുണ്ട് കേട്ടോ. അതവിടെ നടന്നോട്ടെ. ഇപ്പുറത്ത് നമ്മൾ ക്രോം ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ മൈക്രോസോഫ്റ്റിൻ്റെ ഓഫീസിൻ്റെ വേർഷൻസ് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അഡോബിൻ്റെ വേർഷൻസ് ഒന്നും ഇൻസ്റ്റാളേഷൻ നടക്കില്ല. അറ്റ് ടൈമിൽ നമുക്ക് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ക്യാൻസൽ ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അഡോബ് വേർഷൻസ് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. അതുപോലെ മറ്റുള്ള സോഫ്റ്റ്വെയർസ് ചെയ്യുക. അപ്പോൾ അത് ഗൂഗിൾ ക്രോം ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഓപ്പൺ ആയി വരും. ക്രോം ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. സൈൻ ഇൻ ചെയ്യുന്നില്ല. ഇപ്പോൾ സൈൻ ഇൻ ആവശ്യമാണെങ്കിൽ സൈൻ ഇൻ ചെയ്യുക. ഡിഫോൾട്ട് ഒന്നും ചെയ്യുന്നില്ല, സ്കിപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതിൽ ഓഫീസ് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി അഡോബ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് മുന്നേ ഞാനിപ്പോൾ വേറെ 2 സോഫ്റ്റ്വെയർ കൊണ്ട് ചെയ്തിടാം. സിസ്റ്റം ലാംഗ്വേജ് ഫസ്റ്റ് ഓപ്ഷനിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക, ഇംഗ്ലീഷ്. അതിനുശേഷം ഇതിലിപ്പോൾ ജസ്റ്റ് ഫേസ്ബുക്ക് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഫേസ്ബുക്കിൻ്റെ ആപ്ലിക്കേഷനായിട്ട് നമുക്ക് ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഓപ്പൺ ആയി വരുമ്പോൾ ഇവിടെ ഫസ്റ്റ് കാണിക്കും ഇൻസ്റ്റാൾ എന്നുള്ളത്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ഇൻസ്റ്റാൾ ആയി കൊടുക്കുക. സാധനം ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇതാ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇതിൽ ഇൻസ്റ്റഗ്രാം അതുപോലെ ചെയ്യാൻ പോകണം. ഇൻസ്റ്റാൾ വന്നിട്ടുണ്ട്. അതിനുശേഷം വാട്സപ്പ് വെബ് ഓൺ ചെയ്തിടാം. ഇതൊന്നും കൊടുക്കുന്നില്ല, അതിനകത്ത് എക്സ് അടിച്ച് വിട്ടാൽ മതി. യൂട്യൂബ് പുറത്തേക്ക് വേണമെന്നുള്ളവർക്ക് ജസ്റ്റ് യൂട്യൂബ് അടിച്ചിട്ട് അതുപോലെ തന്നെ സെയിം ഇവിടെ ഇൻസ്റ്റാളിൻ്റെ ഓപ്ഷൻ വരും. ഇൻസ്റ്റാൾ കൊടുക്കുക. യൂട്യൂബും വന്നു. ഓഫീസ് ഇൻസ്റ്റാളേഷൻ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള സോഫ്റ്റ്വെയർ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിന് ചെയ്യാന്ന് വെച്ചാൽ അഡോബ് മാത്രമേ ചെയ്യാനുള്ളൂ, PDF റീഡർ, പിന്നെ ഇതിൻ്റെ ആക്ടിവേഷനും. ഇപ്പോൾ നോർമൽ സോഫ്റ്റ്വെയർസ് നമ്മൾ ഇത്രയൊക്കെയാണ് ചെയ്യുക. ഒരു പ്ലെയർ, ബ്രൗസർ, പിന്നെ ഇങ്ങനത്തെ ചെറിയ ആപ്ലിക്കേഷൻസും. ഇൻസ്റ്റാളേഷൻ കഴിയാറായിട്ടുണ്ടാവും ഓൾമോസ്റ്റ്.
ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഫൈനലൈസിങ് ആണ്. ഇത് കഴിഞ്ഞാൽ നമുക്ക് ഹെഡ് ഓഫ് ചെയ്യാം. അതിനുശേഷം ലാസ്റ്റാണ് ഞാൻ ക്രാക്ക് ചെയ്യുന്നത്. ഓഫീസ് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ക്ലോസ് ചെയ്തു. അതിനുശേഷം ഞാനിവിടെ പോയി നമുക്ക് അടുത്ത ഓപ്ഷൻ ചെയ്യാം. PDF റീഡറാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ ടൈമിൽ ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ആവില്ല, ക്യാൻസലായിപ്പോകും, ഇൻസ്റ്റാളേഷൻ നടക്കില്ല. മാനുവലായിട്ടാണ് അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമുക്കിനി ആക്ടിവേഷൻ ചെയ്യാം. ഓഫീസിൻ്റെ ആക്ടിവേഷൻ നമ്മൾ ചെയ്തിട്ടില്ല. അത് നമുക്കിപ്പോൾ ആക്ടിവേഷൻ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. അഡോബിൻ്റെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കയറി ഞാനിപ്പോൾ ഓഫീസ് ആക്ടിവേഷൻ കൂടി ചെയ്യാൻ പോകും. ആക്ടിവേഷൻ ഫയൽ കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ വേറെ നമുക്കൊന്നും ചെയ്യാനില്ല. ജസ്റ്റ് ഇതാ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇതിൽ ഞാൻ റീലോഡിലാണ് ഫയലാണ് ചെയ്യുന്നത്. എൻ്റെ ഇപ്പോൾ ഉള്ളത് ആക്ടിവേഷനിൽ ഞാനിപ്പോൾ ആക്ടിവേഷൻ വെച്ചാണ് ഓഫീസ് ആക്ടിവേഷൻ ചെയ്യാൻ പോകുന്നത്. ഇത് ഡിഫൻഡർ ഓഫ് ചെയ്തില്ലെങ്കിൽ ഇതൊക്കെ പിടിച്ച് പോകും. ഓപ്പണായി വരുമ്പോഴേക്കും പോപ്പപ്പ് വന്നിട്ടത് റിമൂവ് ചെയ്ത് കളയും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ഡിഫൻഡർ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിൽ ഞാനിപ്പോൾ വിൻഡോസ് ആക്ടിവേറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഓഫീസ് മാത്രമേ ആക്ടിവേറ്റ് ചെയ്യുന്നുള്ളൂ. ഓഫീസിന് ആക്ടിവേഷൻ കൊടുത്തിട്ടുണ്ട്. ആക്ടിവേഷൻ വന്നിട്ടുണ്ട്. ആക്ടിവേഷൻ ആയിക്കഴിഞ്ഞാൽ ഇതിൽ കാണാം, എന്താ ആക്ടിവേഷൻ സ്റ്റാറ്റസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ക്ലോസ് ചെയ്തു. അപ്പോൾ ഒരുവിധം എല്ലാ സോഫ്റ്റ്വെയർസും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ സോഫ്റ്റ്വെയർസ് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. ഓക്കെ, ജസ്റ്റ് ഇതിൽ ഞാൻ വേഡ് എടുത്തിട്ട് ഒന്ന് പുറത്തേക്ക് ഡിസ്പ്ലേ ചെയ്തിടാം. ജസ്റ്റ് സെൻറ്റർ ടു ഡെസ്ക്ടോപ്പ്. ഇത് എല്ലാം സെലക്ട് ചെയ്തിട്ട് ഒരുമിച്ച് കൊടുക്കണമെങ്കിലും കൊടുക്കട്ടെ. വേഡ്, എക്സൽ, ഫോർമാറ്റ്, ഈ 3 ഓപ്ഷൻ മാത്രമേ ഞാനിപ്പോൾ പുറത്തേക്ക് എടുത്തിരുന്നുള്ളൂ. ഓക്കെ, ജസ്റ്റ് വേഡൊന്ന് ഓപ്പൺ ആക്കിയിട്ട് ജസ്റ്റ് സെറ്റിങ്സ് ഒന്ന് നോക്കാനുണ്ട്. ഡിഫൻറ്റിൻ്റെ സെക്യൂരിറ്റി ഓപ്പൺ ആയി വന്നിട്ടുള്ളതാണ്. ജസ്റ്റ് ക്ലോസ് ചെയ്തിട്ട് ഓപ്പൺ ആയി വരുമ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടപ്പിലൊരു സെറ്റിങ്സ് ഉണ്ട് ചെറുത്, നമ്മൾ ഫസ്റ്റായിട്ട് ചെയ്യണം. ജസ്റ്റ് അതിന് ശേഷം ആക്ടിവേഷൻ ആണോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പ്രൊഡക്റ്റ് ആക്ടിവേറ്റഡ് ആണ്. അതല്ലെങ്കിൽ 1 മന്തിൽ പീരീഡിൽ ഇത് ഡീആക്ടിവേറ്റ് ആവും. പിന്നെ രണ്ടാമത് ഇൻസ്റ്റാൾ ചെയ്യണം, അല്ലെങ്കിൽ ആക്ടിവേഷൻ ആ സമയത്ത് ചെയ്യണം. ഫസ്റ്റ് ടൈമിൽ ഇത് ചെയ്തിട്ട് കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു. അപ്പോൾ ആപ്ലിക്കേഷൻ നമുക്ക് ചെയ്യാനുള്ളൂ. ബേസിക് യൂസിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ ബൈ.